ഹലോ! എന്നതൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 2 ദിവസത്തെ യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാണെന്ന് പറഞ്ഞാല് ഇപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. നമ്മള് യാത്ര പോകുന്നത് മംഗലാപുരത്തേക്കാണ് കേട്ടോ. ഡ്രൈവ് ചെയ്ത് പോവാനാണേ. അപ്പോൾ അപ്പച്ചി അമ്മച്ചി എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് പോളോയിൽ പോക്ക് നടക്കില്ല. അതുകൊണ്ട് പോളോ നമ്മള് വീട്ടിലിട്ടിട്ട് നമുക്ക് ചാച്ചന്റെ വീട്ടിൽ പോയിട്ട് വേറൊരു വണ്ടി എടുത്തോണ്ട് വരാനാണ് ഇപ്പോൾ ഈ യാത്ര. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ബസ്സിൽ പോരാനായിരുന്നു ഇന്നലത്തെ പ്ലാൻ. പക്ഷേ ബസ്സിന്റെ സമയമൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് നോക്കി നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ടൗണിലേക്ക് തന്നെ വന്നിട്ട് സേഫ് ആയിട്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നമ്മൾ പാർക്ക് ചെയ്ത് വിട്ടു കേട്ടോ. പാലായിൽ നിന്ന് ഡയറക്റ്റ് ബസ് പിടിക്കണോ അതോ കയറി ഇറങ്ങി പോകണോ എന്നൊക്കെയുള്ള ഡിസ്കഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവസാനം നമ്മൾ തീരുമാനിച്ചു കയറി ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നുമ്പം ചായ വാങ്ങിച്ചു കുടിക്കാം, അല്ലെങ്കിൽ ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കണം തോന്നുവാണെങ്കിൽ കഴിക്കാം, അങ്ങനെ അങ്ങ് പോവാം എന്ന് വിചാരിച്ചു. അതുമാത്രമല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട്. പെട്ടെന്ന് ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ക്ഷീണവും അതുപോലെ തന്നെ വയറിന് ഭയങ്കര പ്രശ്നവും വോമിറ്റിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ലോങ് ജേർണി ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ വോമിറ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും വയറിനൊരു സുഖമില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ മടിയാണ്. അപ്പോൾ കൂടുതൽ ടയർഡായി പോകും. ഇന്നെന്തായാലും ഈ യാത്ര എൻജോയ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി നാൾ കൂടിയാണ് ബസ്സിലൊക്കെ കയറി ഈ റൂട്ട് നമ്മൾ പോകാൻ പോകുന്ന റൂട്ട് അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി എത്തിയിട്ട് വാഗമണ്ണ് കൂടി പോകാം എന്നാണ്. അതാകുമ്പോൾ നല്ല അടിപൊളി റൂട്ടുമാണ്, എൻജോയ് ചെയ്ത് പോകാമല്ലോ എന്നൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ കാശിൻ്റെ കാര്യമായതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ പടുപടാന്ന് മാറും കേട്ടോ. വിശപ്പ് വന്നാലാണ് നമ്മൾ പ്ലാനിങ് ഒക്കെ പെട്ടെന്ന് മാറ്റുന്നത് കേട്ടോ. ഇനിയിപ്പം കാഞ്ഞിരപ്പള്ളിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്. ലൈറ്റായിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും വിശന്ന് കഴിഞ്ഞാൽ ഈ പ്ലാനൊക്കെ മാറും കേട്ടോ. അതുകൊണ്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് യാത്ര പോരാണ്. ഇടയ്ക്ക് വെച്ച് പറഞ്ഞ പോലെ തന്നെ പ്ലാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 9 മണിക്കായിരുന്നു വാഗമണ്ണ് കൂടി പോകുന്ന ബസ് ഉണ്ടായിരുന്നത്. പക്ഷേ വിശന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് കൊണ്ട് നമ്മൾ ആ പ്ലാൻ മാറ്റി മുണ്ടക്കയം വഴി പോകാം എന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്ക് ആകുമ്പം എപ്പോഴും ബസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ റൂട്ടും അടിപൊളിയാണ്. ഞാൻ എല്ലാ റൂട്ടും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏത് റൂട്ട് പോയാലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പുതിയ ഹൈവേയും അടിപൊളിയല്ലേ. ഞാനാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നുറങ്ങി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ മിണ്ടിയും പറഞ്ഞും കഥയൊക്കെ പറഞ്ഞും പാട്ടൊക്കെ കേട്ടും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ പപ്പായും അമ്മയും നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലഞ്ച് പുറത്തുനിന്നൊന്നും കഴിച്ചില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. ഒന്ന് ഫ്രഷായി നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ മുന്തിരിയൊക്കെ വന്നു. മുന്തിരിയൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉടനെ തന്നെ പോകണം. വൈകുന്നേരത്തിന് മുമ്പ് എത്തണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് എങ്ങനെയാവും എന്നറിയത്തില്ല. പക്ഷെ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇപ്പൊ തന്നെ തിരിക്കും കേട്ടോ. ഇത് വീട്ടിലെ ഞങ്ങളുടെ റൂമാണ്. കിടക്കാനും ഉറങ്ങാനൊന്നും സമയമില്ല. ഒന്ന് റിഫ്രഷ് ആയി ഉടനെ തന്നെ തിരിച്ചു പോകാനോ കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ മുന്തിരിയൊക്കെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ചാച്ചനെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അമ്മ കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കായിരുന്നു കേട്ടോ. കുറച്ച് കാലങ്ങളായിട്ട് കാപ്പികുടിയും ചായ കുടിയും ഒന്നും ഇല്ലാതിരുന്നു ഞാൻ. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് കാപ്പിയുടെ ഫാനായത്. അതും നല്ല കട്ടൻ കാപ്പി കേട്ടോ. ഇവിടുത്തെ ഒരു അടിപൊളി കാപ്പി ഉണ്ടായിരുന്നു. നല്ല മസാല, ഏലക്കയും ജീരകവും ചുക്കും കുരുമുളകും ഒക്കെ ഇട്ട ഒരു മസാല കാപ്പിയാണ്. അത് ഞാൻ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്തിട്ടാണ്. പിന്നെ അത് ഞാൻ പോകുന്ന വഴിക്കെല്ലാം കൊണ്ടുപോകും. ഞങ്ങൾ അബുദാബിക്കും UK-ക്കും പിന്നെ അതുപോലെ എൻ്റെ വീട്ടിലേക്കും ഒക്കെ ഞാൻ കൊണ്ടുപോകും. എല്ലാവരെയും അങ്ങനെ ഈ കാപ്പി കുടിപ്പിച്ച് ഞാൻ ആ കാപ്പിയുടെ ഒരു ഫാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാപ്പിപ്പൊടിയും പിന്നെ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഏലക്കയുമാണ് പൊതുവേ ഞാൻ ഇവിടുന്ന് കടത്താറ്. അങ്ങനെ കൊണ്ടുപോകാനുള്ള കിടിപിടിയൊക്കെ പാക്ക് ചെയ്തത് പപ്പായും ചാച്ചനും കൂടെ എടുത്ത് വണ്ടിയിൽ വെക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ മംഗലാപുരം പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ചാച്ചൻ്റെ ഒരു 3 ദിവസത്തന്നെ നാട്ടിലുണ്ടാവുള്ളൂ. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പപ്പായുടെ അമ്മയുടെ ഒക്കെ യാത്ര പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പപ്പായും അമ്മയും. പപ്പായും അമ്മയും മാത്രമല്ല, എനിക്കൊരു നാത്തൂനും കൂടെ ഉണ്ട്. അവള് പഠിത്തമൊക്കെ ആയിട്ട് നാട്ടിലില്ല. ഇങ്ങനെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോണതിൻ്റെ പരാതിയും പരിഭവവും സങ്കടവും ഒക്കെയാണ് രണ്ടുപേരുടെയും മുഖത്തുള്ളത്. എന്നാ ചെയ്യാനാ, നമുക്ക് സമയം ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇന്ന് രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൊണ്ട് ഒരിടത്ത് സമയം കളയാനില്ല, നേരെ തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് ഇടുക്കി വഴിയാണ്. ഇത് ഇടുക്കി ഡാമിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെയും എന്നെ കൊണ്ടുവരാൻ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഈ റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ചാച്ചൻ്റെ കൂടെ ആദ്യം ചാച്ചൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയത് ഈ റൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഈ
ഈ റൂട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഈ ചുരമൊക്കെ ഇറങ്ങി പോകുന്നതും ഈ കാട്ടിക്കൂടെയുള്ള ആ ഒരു വഴിയും ഇത് ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്നത്, എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു വഴിയാണ്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് ടയർഡ് ആയപ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാനായിട്ട് കയറി. ചായയല്ല, ഞങ്ങൾ കോഫിയാണ് കുടിക്കുന്നത്. അങ്ങനെ കോഫി കുടിക്കാൻ കയറിയതാണ് കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ കൊണ്ടുപോകാനുള്ളതൊന്നും പാക്ക് ചെയ്തിട്ടില്ല. 2 ദിവസത്തിനാണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മിസ്സാവാതെ എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ ചാച്ചനാണെങ്കിൽ ചെന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഉറങ്ങണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനാണെങ്കിൽ തയ്ക്കാൻ കൊടുത്തിട്ടുള്ളത് വാങ്ങിച്ചിട്ടില്ല. ചേച്ചിയാണെങ്കിൽ 7 മണിയാകുമ്പോഴത്തേക്കും ഷോപ്പ് അടച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പൊക്കെ ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് വേഗത്തിലാണെങ്കിൽ പോകുന്നത് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പല പല കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പാലയിലെത്തി ഞാൻ പോളോ എടുത്ത് എൻ്റെ കാര്യങ്ങളായിട്ട് പോകുന്നു. ചാച്ചനാണെങ്കിൽ വേറെ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വഴിക്ക് പോകണമായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ പരിപാടിയൊക്കെ നടത്തി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചാച്ചൻ ഓൾറെഡി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കിങ്കോനെ ബോർഡിങ്ങിലാക്കാനുണ്ട്. അപ്പോൾ അവനെയും കൂടി ഒന്ന് കൊണ്ടാക്കണം. അപ്പോൾ ലേറ്റ് ആവുന്നത് കൊണ്ട് ഞങ്ങൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 മണിക്ക് മുമ്പ് അവനെയും കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോകുന്നതിന് മുന്നേ പൂപ്പിയൊക്കെ വെക്കാനുണ്ടെങ്കിൽ വെച്ചോട്ടെ എന്ന് വിചാരിച്ച് അവനെയും കൊണ്ട് ഇങ്ങനെ ചാച്ച മുറ്റത്തോടെ നടക്കുകയായിരുന്നു കേട്ടോ. പാവം സങ്കടമുണ്ട്. കാരണം ഞങ്ങൾ ആരെങ്കിലും കൂടെ ഇല്ലാതെ അവന് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങുക ഒന്നും ചെയ്തില്ല. രാത്രിയിൽ കിടന്ന് കരയുകയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ സങ്കടമുണ്ട്. പക്ഷേ വീട്ടിൽ തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, നമുക്ക് വേറെ അങ്ങനെ ആരെയും ഏൽപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ബോർഡിങ്ങിലാക്കുക നിവൃത്തിയുള്ളൂ, അത് തന്നെയാണ് സേഫ്. അപ്പോൾ അവൻ്റെ അത്യാവശ്യത്തിനുള്ള ഫുഡും പിന്നെ കുറച്ച് ടോയ്സും പിന്നെ വെള്ളം കുടിക്കാനുള്ള വാട്ടർ ബോട്ടിലും ഒക്കെ പിള്ളേരെ കൊണ്ടാക്കുന്ന പോലെ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ നല്ല ബ്ലോക്ക് കിട്ടി, ഒരു ആക്സിഡന്റ് ആയിരുന്നു. അങ്ങനെ ഇതേ ഞങ്ങൾ ഇവിടെ എത്തി. അത്യാവശ്യം ഒരു ദിവസത്തേനൊക്കെ നമ്മൾ ഇവനെ ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് ദിവസത്തേന്, അത് നൈറ്റ് ഒക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോർഡിങ്ങിലാക്കുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു പിടുത്തവും ഇല്ല എന്നതാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞങ്ങളാണെങ്കിൽ ഇവനെ ഇങ്ങനെ കേജിലൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ കേജ് കിടക്കുന്ന കണ്ടപ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നി. എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. സങ്കടപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് വരൂ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ബൈക്ക് പറഞ്ഞ് ഇങ്ങ് പോന്നു കേട്ടോ. കേട്ടോ വരാൻ കേട്ടോ. നമ്മുടെ കിങ്കോച്ചിന് എന്തായാലും ഒറ്റയ്ക്കല്ല, കൂട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ കൂട്ടുകൂടിക്കാനും പറ്റത്തില്ലല്ലോ. അവരെന്തായാലും ഓക്കെ ആയിരിക്കില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ ആരെങ്കിലും കൂടിയില്ലാതെ അവൻ നന്നായിട്ട് ഉറങ്ങത്തുമില്ല, ഭക്ഷണവും കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവനെ അവിടെ വിട്ടിട്ട് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ വീട്ടിലില്ലെങ്കിലും വീട്ടിൽ ചെറിയ രീതിയിൽ പെയിന്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെയിന്റ് പണി ആയതുകൊണ്ട് തന്നെ പോർച്ചിലിട്ട് പോകാൻ പറ്റില്ല. പെയിന്റ് ഒക്കെ പറ്റിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മേലത്തെ വീട്ടിലാണ് വണ്ടി കൊണ്ടിടുന്നത്. പിന്നീട് എന്നതാ സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ചാച്ചനാണെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയ സമയം കൊണ്ട് ഞാനാണെങ്കിൽ അത്യാവശ്യം എടുക്കാനുള്ള തുണി മണിയൊക്കെ എടുത്ത് അമ്മച്ചേനെ അപ്പച്ചേനെയൊക്കെ ഒരുക്കി പാക്ക് ചെയ്ത് ഞാനാണെങ്കിൽ കുളിച്ചത് വീട്ടിലെങ്ങനെയാണോ നിൽക്കുന്നത് പോലെ ഇറങ്ങിയിട്ടുണ്ട്. മുടിയും ചുരുട്ടിക്കെട്ടി ഒരു പൈജാമയും ഒരു ടീഷർട്ടും എടുത്തിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ കൂടെ നടക്കുന്നത്. കാരണം നൈറ്റ് ഫുള്ള് ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് എന്തായാലും ടയർഡാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ റെഡി ആയൊന്നുമില്ല, അങ്ങനെ തന്നെ ഇങ്ങനെ പോകുന്നു കേട്ടോ. എന്തായാലും തണുപ്പൊക്കെ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ട് ടയർഡൊന്നും ആവത്തില്ല. പിന്നെ ഉറങ്ങാത്തതിൻ്റെ പ്രശ്നമാണുള്ളത്. പിന്നെ ഈ പുതിയ ഹൈവേ നമ്മൾ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതും അടിപൊളിയായിരുന്നു. നൈറ്റ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയായിരുന്നേ. അപ്പോൾ ഒരു 10-13 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നത് കൊണ്ട് ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. യാത്ര പോകുമ്പം ഇങ്ങനെ വയറ് കുറച്ച് കാലിയായിട്ടിരിക്കുന്നതാണ് കംഫർട്ടബിളായിട്ട്, ഇരിക്കുമ്പോഴാണ് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ കുടിച്ചായിരുന്നു. നല്ല സുഖമുള്ള യാത്രയായിരുന്നു. ശേഷം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അമ്മച്ചി അപ്പച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പതുക്കെയാണ് പോകുന്നത്. ഇടയ്ക്ക് നിർത്തി കുറച്ചൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഇന്നോവ മാനുവൽ ആയിരുന്നത് കൊണ്ട് എനിക്ക് മാനുവൽ ഓടിച്ച് അത്ര ശീലമില്ല. അറിയാമെങ്കിലും ഞാൻ ഓട്ടോമാറ്റിക് ആണല്ലോ സ്ഥിരമായിട്ട് ഓടിക്കുന്നത്. അതുകൊണ്ട് വണ്ടി ഓടിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ചാച്ചനാണ് ഫുൾ ഓടിച്ചത്. പുതിയ ഹൈവേ ഒക്കെ കണ്ടപ്പം എനിക്ക് ഓടിക്കാനൊക്കെ ഒരു കൊതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് പോയിട്ട് പരിപാടികളൊക്കെ ഒരുപാട് വേറെ ഉള്ളത് കൊണ്ട് സമയമൊക്കെ തീരെയില്ലാത്തത് കൊണ്ടും ചാച്ച തന്നെയാണ് ഫുള്ള് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആനന്ദ ഭവനിലാണ് കയറിയത്. ഇത് എവിടെയാ എന്നൊന്നും ചോദിക്കരുത്, ഇപ്പൊ ഞാൻ ഈ സ്ഥലമൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പച്ചി അമ്മച്ചിയും ചാച്ചനും സാധാ ദോശയാണ് കഴിച്ചത്. ഞാനാണെങ്കിൽ നെയ്റോസ്റ്റ്, എനിക്ക് നെയ്റോസ്റ്റാണ് ഭയങ്കര ഇഷ്ടം. ഈ വട എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഭയങ്കര ക്രിസ്പി ആയിരുന്നു, അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വട കഴിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും പിന്നെയും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തിയിരുന്നത്. ഇവിടെ വന്നിട്ടും തീരെ റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകണം. എനിക്ക് മാത്രമല്ല, അമ്മച്ചിയും ഞാനും പെട്ടെന്ന് റെഡി ആയിട്ട് പോകണം. ആക്ച്വലി ഞാൻ എന്താണ് പരിപാടി പ്രോഗ്രാം എന്നൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഇന്ന് നമ്മുടെ അച്ചൂസിന്റെ
കോളേജിലെ ഗ്രാജുവേഷൻ സെറമണിയാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇന്നത്തോടെ ആള് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് പോരുവാണ്. അപ്പോൾ ആ സെറമണി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇന്ന് ഈവനിങ് 5 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നോടും അമ്മച്ചിയോടും നേരത്തെ തന്നെ, അതായത് 2 മണിക്ക് റെഡി ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർക്ക് റെഡി ആവണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന് ഒന്ന് ഫ്രഷ് ആയി കുളിച്ച് സാരിയൊക്കെ മാറി. എനിക്കാണെങ്കിൽ നന്നായിട്ടൊന്നും ഒരുങ്ങാൻ കൂടി പറ്റിയില്ല. ഇതിനിടയ്ക്ക് അമ്മച്ചിനെയും കൂടി ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി ചാച്ചനാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ നടത്തി കേട്ടോ. ഒട്ടും സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ 2 മണിക്ക് കൃത്യം 2 മണി 2 1 ആവരുത് എന്നും പറഞ്ഞാണ് അവളെ ഏൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആയിട്ട് ഇറങ്ങി. ഫുഡ് മേടിച്ചത് പാക്ക് ചെയ്ത് കയ്യിലെടുത്തു കേട്ടോ. അവിടെ ചെന്നിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ കഴിക്കാമെന്നും പറഞ്ഞ്. പക്ഷെ എന്നാലും കാര്യമായിട്ട് വിശക്കുന്നൊന്നുമില്ലായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾ ഏകദേശം 12 മണിയായപ്പോഴാണ് ഹോട്ടലിൽ എത്തിയത്. അവിടുന്ന് 1:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ എത്തിയപ്പോഴത്തേക്കും പതുക്കെ പിള്ളേരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നിട്ടാണ് അവളെ സാരി ഉടുപ്പിച്ചത്. എല്ലാവരുടെയും പാരൻസ് ഒക്കെ വന്ന് പിള്ളേരെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടെ. അവരുടെ ലാസ്റ്റ് ഡേ കാര്യം വിഷമമുള്ളൊരു ദിവസമാണെങ്കിലും അവരുടെ ഒരു ബിഗ് ഡേ ആണല്ലോ. ആ ഒരു ഇമോഷൻസും സന്തോഷവും ആ ഒരു എൻജോയ്മെന്റിന്റെ ത്രില്ലിലും ഒക്കെ ആയിരുന്നു അവര്. അങ്ങനെ പ്രോഗ്രാം ഒക്കെ തുടങ്ങി ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കുമാണ് ചാച്ചനും അപ്പച്ചയും കൂടെ വന്നത്. അവര് റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാനും സാരി എടുക്കണമെന്ന് അവളുടെ നിർബന്ധമായിരുന്നു കേട്ടോ. ഇതാണ് I didn't know how to express the feeling to you, but it was heaven for us. That 2 months was really good. അങ്ങനെ എൻ്റെ കുട്ടി 4 വർഷത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റ് ആയി കേട്ടോ. എനിക്കും ഭയങ്കര ഇമോഷണലി എന്താ പറയുക, എനിക്ക് പറയാൻ വേർഡ്സ് കിട്ടുന്നില്ല. കാരണം ഇതൊക്കെ എൻ്റെയും കൂടെ ഉത്തരവാദിത്വമൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ആ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് ഞാനും. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവരുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഈ സീനൊക്കെ കണ്ടിട്ട് എന്തിനാണോ എൻ്റെ കണ്ണ് നിറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാവരും കൂടെ ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ ഹഗ് ചെയ്ത് അവരുടെ ഇമോഷൻസ് ഒക്കെ ഷെയർ ചെയ്ത് സന്തോഷമൊക്കെ പങ്കിട്ട് യാത്ര പറയുന്ന സീനാണ് ഇത്. എൻ്റെയും ചങ്കങ്ങ് പൊടിഞ്ഞു പോകുമായിരുന്നു ഈ സീനൊക്കെ കണ്ടിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് ദേ DJ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതൊരു 1 മണി വരെ 12 മണി വരെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതുവരെ ഒന്നും നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ നേരെ റൂമിലെത്തി. ഇപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ചെന്നിട്ട് വേറെ ഒരുപാട് പരിപാടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങും തങ്ങാൻ നേരമില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ചാച്ചനിങ്ങനെ ഡ്രൈവ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് ഒന്നിനും അങ്ങനെ നിർബന്ധിച്ചും ബുദ്ധിമുട്ടിച്ചും ഒന്നുമില്ല. ചാച്ചൻ റൂമിൽ ഉറക്കമായിരുന്നു കേട്ടോ. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ചാച്ചൻ തിരിച്ചിവിടെ വന്നു. അതുപോലെ തന്നെ പ്രോഗ്രാം കഴിയുന്നവരെയൊന്നും ചാച്ചൻ വെയിറ്റ് ചെയ്തില്ല. ചാച്ചൻ ഇങ്ങ് പോന്നിട്ട് നല്ലോണം ഉറക്കമായിരുന്നു. കാരണം ചാച്ചൻ വന്നപ്പോൾ തൊട്ട് നല്ല ഓട്ടത്തിലായിരുന്നു കേട്ടോ. പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയവും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാനും മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് എല്ലാം ഇങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നോ എല്ലായിടത്തും ഉണ്ടാവണമെന്നോ ഒന്നും ഞാൻ നിർബന്ധിച്ചില്ല. ചാച്ച നന്നായിട്ട് റെസ്റ്റ് എടുത്തു. ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ രാവിലെ തൊട്ട് നടുവൊന്നും തോർത്തിയിട്ടില്ല. ദേ ഇവിടെ വന്നിട്ട് ഈ കട്ടിലിൽ ഒന്ന് ഇരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദേ എല്ലാവരും ഉറക്കപ്പിച്ചാണ് കേട്ടോ. അച്ചു നല്ല ടയർഡാണ്. അവരും ഈ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നും ശരിയാവാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പാക്കിങ്ങും പരിപാടിയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവളും ബിസി ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ടയർഡാണ്. ചാച്ച മാത്രമാണ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. കാരണം ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ. ഇങ്ങോട്ട് വന്നപ്പോൾ ചാച്ചനുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ചു പൊളിച്ചാണ് പോകുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഉറക്കമായിരിക്കും. അപ്പച്ചയും അമ്മച്ചിയും പിന്നെ കാറിൽ കയറി അപ്പം തന്നെ അങ്ങ് ഉറങ്ങും കേട്ടോ. കാരണം അവർക്കിങ്ങനെ യാത്രയൊന്നും ശരിയില്ലാത്തതല്ലേ. പിന്നെ കിടന്നിറങ്ങാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും എല്ലാവരും റെഡി ആയിട്ട് തിരിച്ചു പോകാനായിട്ട് ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇവള് പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ നോക്കുക വേണ്ട. എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ വിളിച്ചാൽ മാത്രം മതി. ഇപ്പോൾ സമയം രാത്രി 1 മണിയായിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും പാക്ക് ചെയ്ത് ഇറങ്ങുവാണ്. നാളെ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും വീട്ടിലെത്തും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അച്ചുവിൻ്റെ ഗ്രാജുവേഷൻ വിശേഷങ്ങളൊക്കെ. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.